मेरे मौला मौला मेरे मौला मौला मेरे मौला നമ്മളിപ്പോ ഇവിടെ എത്തി. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ എക്സ്പീരിയൻസ്. ഹായ് ഗായ്സ്, ഐ എം ഐശ്വര്യ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സൺഡേ ആയിട്ട് ജസ്റ്റ് ഫാമിലി ആയിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലം ഇതല്ല, നമ്മൾ ലക്ഷ്യം വെച്ച് ഇറങ്ങിയിട്ടുള്ളത് ഇവിടേക്കല്ല, പക്ഷേ പോകുന്ന വഴിക്ക് ഇവിടേക്കും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലൊക്കേഷൻ ആയിട്ടുള്ള പൂമല ഡാമിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പൂമല ഡാം വരുന്നത്, പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ എത്തി, പൂമല ഡാമെത്തി. പ്രകൃതി രമണീയ സ്ഥലം. നമ്മൾ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വെള്ളമൊക്കെ വരുന്നു. പ്രിയമോടിതു ഞാൻ കരതാരിൽ. നമ്മളിപ്പോ എവിടെയുള്ളത്? പൂമല ഡാമിന്റെ വെള്ളം തുറന്നു വിടുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് പേടിത്തൊണ്ടിയായ അച്ചുമണി, അതാണ് തല കറക്കുന്ന പൊന്നമ്മ. രണ്ട് मेरे मौला मौला मेरे मौला मौला मेरे मौला मौला മാത്തു मेरे मौला. മറ്റു പാട്ട് ഏതാ? ഹാപ്പൻ. നീ മറന്നോ പോയൊരു നാളിരില പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിലൊത്തു. ഇനി നമ്മുടെ രണ്ടാമത്തെ മെയിൻ ലൊക്കേഷനിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ റോഡ് പണി കുറച്ച് നടക്കുകയാണ്. അതുപോലെ തന്നെ റോഡ് അവിടുത്തെ ഭയങ്കര തകരാറായി കിടക്കായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. വീണ്ടും നമ്മൾ വണ്ടി കയറി. അങ്ങനെ നമ്മുടെ മെയിൻ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോ കാർട്ടിങ്ങിന് വേണ്ടിയിട്ട് മുണ്ടൂരുള്ള ഗ്രൗണ്ടിലാണ് എത്തിയിട്ടുള്ളത്. മുണ്ടൂർ എന്ന് പറയുമ്പോൾ മെയിൻ റോഡിലായിട്ടല്ല വരുന്നത് കേട്ടോ, ഇത് കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് പോയിട്ടാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളപ്പോൾ ഇവിടെ മെയിനായിട്ട് ഗോ കാർട്ടിങ്ങിന് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ അത് മാത്രമല്ല വേറെയും കുറേ ഗെയിംസും കാര്യങ്ങളുണ്ട്. ക്യാരംസ്, അതുപോലെ ഷൂട്ടിങ്, അതുപോലെ കുറേ ഗെയിംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നത്. ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെത്തി.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൈസ് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത്ര റൗണ്ട് ഓടിക്കുന്നതിന് ഇത്ര പ്രൈസ് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ 6 റൗണ്ട് ഉണ്ട്, 10 റൗണ്ട് ഉണ്ട്, 20 റൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പൈസ നമ്മൾ അടച്ചിട്ട് നമുക്കത് ഓടിക്കാൻ പറ്റും. അതുപോലെ ഇത് മാത്രമല്ല വേറെയും കുറേ ഗെയിംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ വേറെ ആൾക്കാർ ബുക്ക് ചെയ്തു 10 ലാപ്പായിട്ട് 10 ലാപ്പ് ബുക്ക് ചെയ്യണം ആൾക്കാർ കയറണൊക്കെ. സൈസ് നമ്മളാണ് അടുത്ത് കയറാൻ പോണ്. ഇവരുടെ കഴിഞ്ഞാൽ നമ്മൾ കയറും. സൂര്യേട്ടൻ നേരെ പോയിട്ട് കണ്ടിട്ടായിരുന്നു സ്പീഡ് കൂടിയിട്ട്. നമ്മുടെ ലാപ്പ് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമല്ലേ ഓടിച്ചു കഴിയുമ്പോ? ആദ്യമായിട്ട് പഠിച്ചിട്ട് പോയത് എല്ലാരും കിട്ടണ്ടേ ആരുമില്ല. എങ്ങനെയുണ്ട് സൂര്യേട്ടനാണ് ഏറ്റവും മറ്റേത്. നല്ല രസം ഓടിച്ചപ്പോ. പക്ഷെ എല്ലാരും കൂടി അച്ഛനെ ഓടിച്ചിട്ട് അച്ഛൻ എന്തായാലും പറയും വീണ്ടും ഓടിക്കാൻ. അതെ, എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാരും ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം.